ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അവസാനഘട്ട പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇത്തവണ വൻ ജനപിന്തുണയുണ്ടാകുമെന്ന് LDF മുന്നണി ഉറപ്പാക്കി കഴിഞ്ഞു. പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ കൂടി എത്തിയതോടെ ജനപിന്തുണ വോട്ടായി മാറുമെന്നതിലും സംശയമില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി മാനസയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. മനസ്സ, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, ഇനി ഒരാഴ്ച മാത്രമാണ് കേവലം ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പിനായി. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. 26-ാം തീയതിയാണ് കേരളത്തിൽ നിന്നുള്ള വോട്ടെടുപ്പ് നടക്കുക. ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ കേരളത്തിലുണ്ട്. പ്രചാരണമൊക്കെ അതിന്റെ ആവേശത്തിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്ഥാനാർത്ഥികളുടെ ഈ അവസാനഘട്ട പ്രചാരണമൊക്കെ ഏത് തരത്തിലാണ് നടക്കുന്നത്? തീർച്ചയായും കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇനി കേരളത്തിൽ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് വോട്ടെടുപ്പ് വരുന്നത്. അതോടൊപ്പം തന്നെ അവസാനഘട്ട പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമുള്ളത്. ഈ ഒരു ഇടതുപക്ഷത്തിൻ്റെ ആവേശം എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇപ്പോൾ അവസാന ലാപ്പിലെത്തി നിൽക്കുമ്പോഴും ആ ഒരു ആവേശത്തിന് ഒട്ടും തന്നെ കുറയാതെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണ രീതികളൊക്കെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് UDF BJP-ൻ്റെയും പ്രചരണങ്ങൾ കൊഴുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇടതുപക്ഷത്തിന് വലിയ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പന്ന്യൻ രവീന്ദ്രനുള്ള വിജയസാധ്യത തന്നെയാണ് ജനങ്ങൾ ഉറപ്പാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു 15 വർഷത്തോളം UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഭരിച്ചപ്പോഴുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് ഇത്തവണ LDF-ൻ്റെ പ്രചാരണ രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വോട്ടെടുപ്പിനായി എത്തുന്ന ജനങ്ങൾ ഒന്ന് മാറി ചിന്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് LDF മുന്നോട്ട് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് LDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജനപിന്തുണ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ LDF ഒരു സംശയവുമില്ല എന്ന് തന്നെ ഉറപ്പാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ആറ്റിങ്ങൽ മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിലും ആറ്റിങ്ങലിൽ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമായിരുന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ ശ്രമത്തിലുമാണ് LDF സ്ഥാനാർത്ഥിയായ V. ജോയ് ഉള്ളത്. ഈ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ്. അതോടൊപ്പം തന്നെ MLA ആണ്, വർക്കല മണ്ഡലം MLA ആണ്, പാർട്ടി സെക്രട്ടറിയായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ജനപിന്തുണയും വോട്ടായി മാറും. ഇത്തവണ അടൂർ പ്രകാശിന് ജനങ്ങൾ പ്രതീക്ഷ നൽകില്ല എന്ന് തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വിജയസാധ്യതയായി മുന്നോട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ എല്ലാ പ്രചാരണ രീതികളിൽ നിന്നും വേറിട്ട് തന്നെ ദേശീയ നേതാക്കളൊക്കെയും കേരളത്തിൽ എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 20 മണ്ഡലങ്ങളിലും ദേശീയ നേതാക്കളെത്തി പ്രചാരണങ്ങൾ കൊഴുപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വോട്ടായി നൽകുമെന്ന് തന്നെയാണ്, ജനപിന്തുണ വോട്ടായി മാറുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDF-ൻ്റെയും NDA-യുടെയും പോരായ്മകളൊക്കെയും ചൂണ്ടിക്കാണിച്ചാണ് ഇത്തവണ പ്രചാരണ രീതികളൊക്കെയും മുന്നോട്ട് പോയത്. അതുകൊണ്ട് ജനങ്ങളൊന്ന് മാറി ചിന്തിക്കുമെന്ന് തന്നെ ഉള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. കൊല്ലത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവിധ വിശ്വാസത്തിലുമാണ് സ്ഥാനാർത്ഥികളുള്ളത്. അവസാനഘട്ട പ്രചരണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ഇടങ്ങളിലും എത്തി സ്ഥാനാർത്ഥികൾ വോട്ടർമാരുടെ വോട്ട് തങ്ങൾക്കുള്ളതാണ് എന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത്. അതിനുള്ള എല്ലാ പ്രചരണ രീതികളുമായി LDF മുന്നോട്ട് പോവുകയാണ്. ഈ രാവിലെ 8 മണി മുതൽ തുടങ്ങുന്ന പ്രചരണങ്ങളാണ്, വൈകുന്നേരം വരെയും അത് നീളുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളെയും ഓരോ വോട്ടും തങ്ങൾക്കുള്ളതാണ് എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ശക്തമായ ആവേശ ചൂടിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കീർത്തി. ശരി, മനസ്സയാണ് ആ വിവരങ്ങൾ നൽകിയത്. ഈ ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. വലിയൊരു പ്രചാരണം തന്നെ നടക്കുന്നുണ്ട്. ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.